Hi dear students. അപ്പോൾ നമ്മുടെ അടുത്ത റൂള് ചെയിൻ റൂൾ എങ്ങനെയാണ് ചെയ്യുക, ചെയിൻ റൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നത്. ഓക്കെ, മൂവിങ് ടു ദി സെക്ഷൻ. യെസ്, if y equal to f of u is a differentiable function of u and u equal to g of x is in turn a differentiable function of x, then the composite function y equal to f of g of x, അതായത് f of u, യുവിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, g of x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് എന്താ വരിക, y equal to f of g of x എന്നുള്ള ഫോമിൽ ഒരു ഫംഗ്ഷനായിട്ട് കിട്ടും. is a differentiable function of x whose derivative is given by the product. അപ്പോൾ നമുക്ക് നോക്കുക, ഇവിടെ നമുക്ക് എന്താണ് നമ്മൾ പറയുന്നത്, y ഈക്വൽ ടു എഫ് ഓഫ് യു എന്ന രൂപത്തിൽ കിടക്കുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതെങ്ങനെയാണ് ചെയ്യുക, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്, ഡി വൈ ബൈ du into du by dx or equivalently by dy by dx equal to f dash g of x into g dash of x. ഇതിൻ്റെ അർത്ഥം നമ്മൾ എന്താ പറയണേ, അപ്പോൾ നമുക്ക് തന്നിരിക്കുക ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ജി വൈ ഈക്വൽ ടു എഫ് ഓഫ് യു എന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സപ്പോസ് വൈ ഈക്വൽ ടു 1/u വേർ നമ്മൾ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണെന്ന് വിചാരിക്കുക, എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഇവിടെ നമ്മുടെ എഫ് എന്താണ്, എഫ് ഈക്വൽ ടു എഫ് ഓഫ് യു ഈക്വൽ ടു 1/u ആണ്. ആൻഡ് ജി ഓഫ് യു ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇങ്ങനെ രണ്ട് ഓപ്ഷനാണ് നമുക്കിവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഇവർ പറഞ്ഞ കണക്കിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ രണ്ട് തരത്തിലാണ് നമുക്ക് വരിക. എങ്ങനെയാണ്, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഐദർ ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ എന്താ കിട്ടുക, ഇതിനെ വൈനെ വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1/xൻ്റെ ഡെറിവേറ്റീവ് എന്താ നമുക്കറിയാം. എന്താ 1/xൻ്റെ ഡെറിവേറ്റീവ്, -1/x സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 1/uൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, -1/u സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരിക, -1/u സ്ക്വയർ ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2x. ഇനി യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ, യു ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പം -1/u സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ സ്ക്വയർ. അപ്പോൾ എക്സ് റൈസ് ടു 4 ഇൻറ്റു 2x. നമുക്ക് ഓരോ എക്സ് വീതം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇവിടെ എക്സ് ക്യൂബ് എന്നാവും. ദാറ്റ് ഈസ് -2/x ക്യൂബാണ്. ഇങ്ങനത്തെ ഈ രീതിക്ക് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവാൻ വേണ്ടി ചെയ്തതാണ്. അതാണ് ആദ്യം പറഞ്ഞത്, ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന അതേ രൂപത്തിൽ യുവിനെ വെച്ചുകൊണ്ട് തന്നെ ആദ്യം വിത്ത് റെസ്പെക്ട് ടു യു ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. എന്നിട്ട് യുവിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക. യു എന്താണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് യുവിനെ നമ്മൾ ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യണം, യുവിനെ ഒറിജിനലി തന്നിരിക്കുന്ന ഫംഗ്ഷനായ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതല്ലെങ്കിൽ ഓർ ഇക്വാലൻ്റ്ലി എന്നും പറഞ്ഞ് താഴെ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഗുണം ചെയ്യാം. എന്താണ്, എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ്. അതായത് ഇപ്പോൾ നമ്മൾ ആ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഈ എഫ് ഡാഷ് ഓഫ് യു ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ എഫ് എന്തായിരുന്നു, ഇവിടെ നമ്മുടെ എഫ് 1/u ആയിരുന്നു അല്ലേ. അപ്പോൾ യുവിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം തന്നെ യുവിനെ 1/x സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ്, അപ്പോൾ 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x സ്ക്വയർ
ഇൻറ്റു ജി ഓഫ് എക്സ് എന്താ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത കാര്യം ചെയിൻ റൂൾ നമുക്ക് ഒരുവിധം നിങ്ങൾ ഡെറിവേറ്റീവ് പഠിക്കുന്ന എല്ലാവരും പഠിച്ചിട്ടുണ്ടാവേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഔട്ടർ ഫംഗ്ഷൻ എന്താണോ അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് അതിൻ്റെ ഡെറിവേറ്റീവ് ആദ്യം നമ്മൾ ചെയ്യുന്നു. എന്നിട്ട് ഉള്ളിൽ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് വേറെ കണ്ടുപിടിക്കുന്നു. ഇതേ എക്സാമ്പിളിൽ തന്നെ നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാം. അതായത് ഇവർ ആദ്യം പറഞ്ഞ ഈ രീതിക്കാണെങ്കിൽ, അതായത് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സിൻ്റെ ഫോമിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം, നമ്മുടെ എഫ്, അപ്പോൾ നിങ്ങളിവിടെ കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആദ്യം എന്താണെന്ന് എഴുതണം. എന്താണ് എഫ് ഓഫ് ജി ഓഫ് എക്സ്? 1/x². കാരണം 1/u ആണ്, u = x² ആണ്. അപ്പോൾ 1/x² എന്ന് എഴുതണം. അപ്പോൾ ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ എഫ് ഡാഷ്, എഫിൻ്റെ ഡെറിവേറ്റീവ് ഈ സാധനം തന്നെ വരുന്നത്. അപ്പോൾ എന്താ വരിക? എഫ് = 1/u അല്ലേ. അപ്പോൾ 1/uൻ്റെ എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ -1/x² സ്ക്വയർ ഇൻറ്റു x² ഡെറിവേറ്റീവ്. അപ്പോൾ എന്താ വരിക? 2x. വാട്ട് വി ഗെറ്റ്? -1/x⁴ ഇൻറ്റു 2x. നമ്മൾ നേരത്തെ ചെയ്ത പോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ 3 ആവും. ദറ്റ് ഈസ് -2/x³ കണ്ടോ. അപ്പോൾ ഈ രണ്ട് രീതിക്കും നമുക്ക് ചെയ്യാം. കുറച്ച് എക്സാമ്പിൾസും കൂടി കാണാതോടുകൂടി നമുക്കത് കുറച്ചും കൂടി ക്ലിയർ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, നമുക്കൊരു ഇല്ലസ്ട്രേറ്റിംഗ് എക്സാമ്പിൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. dy/y എന്താ തന്നിരിക്കുന്നത്? 3x + 1² എന്നാണ് അല്ലേ. ഇതാണ് നമുക്ക് തരുന്ന ഫോം കേട്ടോ, 3x + 1². അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ഇങ്ങനെ അവർ നേരത്തെ പറഞ്ഞ രണ്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ കണ്ടോ, u = 3x + 1 എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? u = ഇവിടെ കണ്ടില്ലേ, 3x + 1 = u. ഇതാണ് ഒരു വഴി. 3x + 1 = u എന്ന് കൊടുക്കുക. അപ്പോൾ f = നേരത്തെ പോലെ ആണെങ്കിൽ f = u² ആൻഡ് u = 3x + 1. നമ്മൾ ഇതിൻ്റെ കാര്യം പറയണം കേട്ടോ. y = 3x + 1² കാര്യമാണ് പറയുന്നത്. അവിടെ നമ്മൾ y = u² എന്ന് കൊടുക്കുക. u = സബ്സ്റ്റിറ്റ്യൂഷനാണ്. u = 3x + 1. എന്നിട്ട് സാധാരണ ചെയ്യണ പോലെ dy/du. അപ്പോൾ dy/du എന്ന് പറഞ്ഞാൽ y = u² ആണ്. അപ്പോൾ 2u എന്ന് കിട്ടി കാണും. ഇനി du/dx എന്ന് പറഞ്ഞാൽ d/dx ഓഫ് 3x + 1. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3. എന്നിട്ട് ഇവരെ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? dy/du ഇൻറ്റു du/dx എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക കുട്ടികളെ? 2u × 3. 2u × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി ഗെറ്റ്? 3 × 2 × u. അപ്പോൾ 6x + 2. നമുക്ക് എന്ത് മിച്ചം കിട്ടും? 18x + 6 എന്ന് കിട്ടും. ഇങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ എന്നുള്ള രീതിക്ക്. അതെന്താ ചെയ്തത്? നമ്മൾ ആദ്യം ഇതിനെ x² ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പോലെ ചെയ്തു. അപ്പോൾ എന്താ ചെയ്തത് അവർ? കണ്ടോ, 2 × 3x + 1. 2 × 3x + 1 ഇൻറ്റു 3 എന്നും കൂടെ കൊടുക്കണം. അപ്പോഴാണ് 18x + 6 എന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഈ മെത്തേഡ് തെറ്റാണ്, ഇവർ എഴുതിയിരിക്കുന്ന മെത്തേഡ്. അത് അവർ തെറ്റാന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ നിങ്ങൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, 3x + 1² എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുക. നമ്മളിവിടെ ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ ചെയ്തപ്പോഴും നമുക്ക് സിമിലർ ആൻസർ തന്നെ കിട്ടി. ഇങ്ങനെ ചെയ്യരുത്.
ഇനി ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അപ്പോൾ അവർ ഇതിന് ലേറ്റർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, നോക്കാം നമുക്ക്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു സാധനം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ തരികയാണെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നും പറയാതെ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്നാണെങ്കിൽ നിങ്ങൾക്കിത് എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണോ എളുപ്പം, അങ്ങനെ ചെയ്യുക. അതല്ല ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണോ എളുപ്പം, അങ്ങനെ ചെയ്യൂ. അല്ലെങ്കിൽ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നോ, അങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ എക്സാമിന് കൃത്യമായി യൂസിങ് ചെയിൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് രീതിക്ക് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കണം ചെയ്യാൻ. അതായത് dy/dx ഈക്വൽ ടു dy/du ഇൻറ്റു du/dx ഉപയോഗിക്കണം. അല്ലെങ്കിൽ dy/dx ഈക്വൽ ടു f'(g(x) ഇൻറ്റു g'(x) രീതിക്ക് വേണം ചെയ്യാൻ. ഓക്കെ, ഇവിടെ നോക്കുക, ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. dy/dx ഈക്വൽ ടു dy/du ഇൻറ്റു du/dx, ദാറ്റ് ഈസ് 2u ഇൻറ്റു 3, 6 ഇൻറ്റു 3x പ്ലസ് 1 എന്നാവാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 3 ഇൻറ്റു 6x പ്ലസ് 2 എന്ന് കൊടുക്കുക, എന്നിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ശരിക്കുള്ള മെത്തേഡ്. അപ്പോൾ ഓർമ്മിക്കുക, ചെയിൻ റൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ dy/dx ഈക്വൽ ടു dy/du ഇൻറ്റു du/dx എന്നുള്ള ഫോമിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇവിടെ നോക്കൂ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, രണ്ട് രീതിക്ക് ചെയ്യാം. ഒന്നുകിൽ ഈ x² + 2 ഹോൾ ക്യൂബിനെ a+b ഹോൾ ക്യൂബ് എന്നുള്ള രീതിക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടും ഇതിനെ a+b ഹോൾ സ്ക്വയർ എന്നുള്ള രീതിക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടും ചെയ്യാം. അതല്ലെങ്കിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു കാര്യം എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ. ചെയിൻ ഫംഗ്ഷന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു ഇതിലും x² + 2 കോമൺ ആണ്, ഇവിടെയും x² + 2 കോമൺ ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം, x² + 2വിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് രൂപത്തിലാണ് കിട്ടുക, സബ്സ്റ്റിറ്റ്യൂട്ടിങ് u ഈക്വൽ ടു, അവിടെ അവർ പറഞ്ഞിട്ടുണ്ടല്ലേ, u ഈക്വൽ ടു x² + 2, നമുക്ക് എന്ത് കിട്ടും, y ഈക്വൽ ടു u³ മൈനസ് 3u² + 1. എന്ത് ചെയ്തു, ഈ x² + 2വിന് പകരം u കൊടുത്തു, ഈ ഒരു x² + 2വിന് പകരവും നമ്മൾ u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ u³ മൈനസ് 3u² + 1 where u ഈക്വൽ ടു x² + 2. അപ്പോൾ ഇവിടെ നോക്കൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയിൻ റൂൾ യൂസ് ചെയ്യാൻ എന്തൊക്കെ വേണം. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഫോർമുല എഴുതാവും നല്ലത്. ടു ഫൈൻഡ് dy/dx ഈക്വൽ ടു dy/du ഇൻറ്റു du/dx എന്നുള്ള ഫോർമുല ആദ്യം തന്നെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം dy/du കണ്ടുപിടിക്കാം. അതായത് ഈ സാധനത്തിന്, ഇപ്പോൾ ഇത് ഒരു യുവിലുള്ളൊരു പോളിനോമിയലാണ്, ഇത് നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിയും എളുപ്പത്തിൽ. അപ്പോൾ dy/du എന്ന് പറഞ്ഞാൽ എന്താ വരിക, 3 ഇൻറ്റു u² മൈനസ് 6 ഇൻറ്റു u, 1ൻ്റെ ഡെറിവേറ്റീവ് 0, ദാറ്റ് ഈസ് 3u² മൈനസ് 6, അതാണ് dy/du. ഇനി u ഈക്വൽ ടു x² + 2 ആണ് യുവിൻ്റെ ഡെറിവേറ്റീവ്, du/dx. du/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x + 0. അപ്പോൾ ചെയിൻ റൂൾ എന്താണ്, dy/dx ഈക്വൽ ടു dy/du ഇൻറ്റു du/dx. dy/du എന്ന് പറഞ്ഞാൽ 3u² മൈനസ് 6 ഇൻറ്റു 2x. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്, ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, വീണ്ടും എന്ത് ചെയ്യണം, യുവിനെ നിങ്ങൾ x² + 2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സോർട്ട് ചെയ്ത് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. വേണമേ, അതായത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആൻസർ ആവാൻ നമ്മളിവിടെ എന്ത് ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു x² + 2 ഹോൾ സ്ക്വയർ മൈനസ് 6 ഇൻറ്റു x² + 2 മൊത്തത്തിൽ ഇൻറ്റു 2x. ഇതാണ് ശരിക്കും നമ്മൾ എഴുതേണ്ട ഫോർമാറ്റ്. യുവിനൊക്കെ പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, x² + 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങളത് എക്സ്പാൻഡ് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് x² + 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യുക. ഇത് നമ്മൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനായിട്ട് ചെയ്യുകയാണെങ്കിലോ, നമ്മൾ നേരത്തെ അവരൊരു കാര്യം പറഞ്ഞില്ലേ നമ്മളോട്, ഇതൊരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമ്മളത് ഓരോ ടേമിലും എന്ത് ചെയ്ത് പോകണം, എന്ത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു, അപ്പോൾ ഇവിടെ നോക്കൂ, y ഈക്വൽ ടു ഈ രൂപത്തിൽ അല്ലേ,
y ഈക്വൽ ടു യു ക്യൂബ് മൈനസ് 3u² പ്ലസ് 1. ഇതൊക്കെ സാധാരണ യു ചെയ്യണ പോലെ തന്നെ ചെയ്യാം. എന്നിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? x² പ്ലസ് 2ൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് നമുക്കൊന്ന് ഇതൊരു വരുന്നുണ്ടായിരിക്കുമെന്ന് തോന്നുന്നു ഹയർ ഡെറിവേറ്റീവ്സിൽ. അപ്പോൾ ഇവിടെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കത് എങ്ങനെയാണ് കിട്ടുക? f dash of g of x into g dash of x. ഇതിൽ ഒരു ബ്രാക്കറ്റിൽ. അപ്പോൾ ഇവിടെ എഫ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെ എഫ് എന്താണ്? x² പ്ലസ് 2. എഫ് എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 3 into x² പ്ലസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 2x പിന്നെ മൈനസ് 3 into x² പ്ലസ് 2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ 3 into 2 times x² പ്ലസ് 2. ഇനി ഈ ടേം എന്താണ്? 1 ആണല്ലേ. 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ പ്ലസ് 0. നമ്മളിവിടെ നിന്ന് സോർട്ട് ചെയ്ത് എഴുതുമ്പോൾ 3 into x² പ്ലസ് 2 ടൈംസ് 2x. അപ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയാക്കി എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 6x into x² പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 6 into x² പ്ലസ് 2. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമ്മൾ നേരത്തെ കിട്ടിയ ഉത്തരം, നേരത്തെ നമുക്ക് കിട്ടിയ ഉത്തരം 3 into x² പ്ലസ് 2 മൈനസ് 6 into x² പ്ലസ് 2 എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ, ഇൻറ്റു 2x. അപ്പോൾ ഇവിടെ നമ്മൾ വല്ല ടേമും മിസ് ചെയ്ത് പോയിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഒരു കാര്യം എഴുതിയില്ല. 2x ഉണ്ട് ഇവിടെ, റൈറ്റ്. ഇൻറ്റു ഈ x² ഡെറിവേറ്റീവ് ഇൻറ്റു ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട്. എന്താണ് ഇവിടെ? ഒരു 2x കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ 6xന് പകരം ഇൻറ്റു ഒരു 2x കൂടെ വരും. അപ്പോൾ 12x. കണ്ടോ, രണ്ട് രീതിക്ക് ചെയ്യുമ്പോഴും സെയിം ആൻസറിന് ആദ്യം നമ്മൾ എന്താ ചെയ്തേ? ഇവിടെ നോക്കുക, എന്ത് ചെയ്തു? ഇവിടെ ഈ കാര്യം ചെയ്യാനായിട്ട് ഇവിടെ y ഈക്വൽ ടു x² പ്ലസ് 2 ഹോൾ ക്യൂബിലെ 3 into x² പ്ലസ് 2 സ്ക്വയർ, എന്നിട്ട് x² പ്ലസ് 2ൻ്റെ ഡെറിവേറ്റീവ് x² മൈനസ് 3 into 2x² പ്ലസ് 1 ഇൻറ്റു ഇത് വീണ്ടും ഇതിൻ്റെ ഡെറിവേറ്റീവ് x² പ്ലസ് 0. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ശരിക്കും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ y ഈക്വൽ ടു യു ക്യൂബ് മൈനസ് 3u² പ്ലസ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് u ഈക്വൽ ടു x² പ്ലസ് 2 എന്ന് കൊടുക്കുക. എന്നിട്ട് dy/du. ഇത് സിസ്റ്റമാറ്റിക് ആണ്. ഈ രീതി സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു പോവുകയാണ്. മറ്റേ നമുക്ക് നമ്മുടെ ആ കൃത്യമായി വേർതിരിച്ചറിഞ്ഞ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി വരണം. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഏതിലാണെങ്കിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, കോമൺ ആയിട്ടുള്ളൊരു ടേം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. എന്നിട്ട് ആദ്യം dy/du, എന്നിട്ട് ഇതിലേക്ക് u കൊടുക്കുക, dy/du കണ്ടുപിടിക്കുക, du/dx കണ്ടുപിടിക്കുക. അപ്പോൾ dy/dx ഈക്വൽ ടു dy/du ഇൻറ്റു du/dx എന്നുള്ള ഫോമായിരിക്കും. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു അതിൻ്റെ തന്നെ വേറൊരു ടേം കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ.
അതായത് ഇതേ വാല്യൂ, ഇതേ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു -1 ഇവാലുവേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. എന്നിട്ട് അവിടെ എക്സിന് -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫംഗ്ഷൻ y ഈക്വൽ ടു u ബൈ u പ്ലസ് 1 വേർ u ഈക്വൽ ടു 3x² - 1. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ അവർ ഭംഗിയായിട്ട് തന്നിട്ടുണ്ട്. എന്താണ് y എന്ന് പറയുന്നത് യുവിലും യുവിൻ്റെ വാല്യൂ വേറെയും. അപ്പോൾ എളുപ്പമാണ്. dy/dx കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? dy/du ഇൻറ്റു du/dx ചെയ്യാം. അപ്പോൾ dy/du എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഇനി du/dx കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഈ ഒരു പോളിനോമിയലിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ, ഇനി യൂസ് ചെയിൻ റൂൾ എന്നവർ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ dy/dx ഈക്വൽ ടു dy/du ഇൻറ്റു du/dx എന്ന് തന്നെ എഴുതി ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ ദ ടാൻജൻറ്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് y ഓഫ് എക്സ് അറ്റ് ദ പോയിൻറ്റ് എക്സ് ഈക്വൽ ടു -1. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് പോയിൻറ്റ് സ്ലോപ്പ് ഫോം നമുക്കറിയാമല്ലോ, അതുപയോഗിച്ച് നമുക്ക് ആ വാല്യൂ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റ് dy/du. ക്വോഷ്യൻ്റ് റൂൾ നിങ്ങൾക്കറിയാലോ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? u+1, ന്യൂമറേറ്റർ യുവും. അപ്പോൾ u+1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് u 1 മൈനസ് u ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് u+1 ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ u+1ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ കിട്ടുക ഇവിടെ? ശരിക്കും ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ u+1 മൈനസ് u എന്നാണ് കിട്ടുക. യുവും യുവും ക്യാൻസൽ ചെയ്ത് പോവും. അങ്ങനെയാണ് 1/u+1 എന്ന് കിട്ടിയത്. And du/dx, what was u? u equal to 3x² - 1 എന്നായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഡെറിവേറ്റീവ് du/dx ചെയ്യുമ്പോൾ 6x എന്ന് കിട്ടും. അപ്പോൾ dy/dx ഈക്വൽ ടു dy/du ഇൻറ്റു du/dx. അപ്പോൾ dy/du കിട്ടിയത് എന്താണ്? 1/u+1 സ്ക്വയർ. അപ്പോൾ 1/u+1 സ്ക്വയർ ഇൻറ്റു 6x വിച്ച് ഈസ് ഈക്വൽ ടു 6x ഡിവൈഡഡ് ബൈ, നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ 6x ഡിവൈഡഡ് ബൈ, ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് എഴുതാൻ പോവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 6x ഡിവൈഡഡ് ബൈ യുവിൻ്റെ വാല്യൂ വൺസ് അഗെയിൻ കൺഫേം ചെയ്യാം. 3x² - 1. അപ്പോൾ 3x² - 1 + 1 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ എന്ത് വരും കുട്ടികളെ? 6x ഡിവൈഡഡ് ബൈ 9x⁴. അതല്ലെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 3x³ എന്ന് കിട്ടും. എന്താണ്? 6ഉം 9ഉം 3 കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 2/3 എന്ന് കിട്ടും. എക്സും ഡിനോമിനേറ്ററിൽ x⁴ഉം. അപ്പോൾ 2/3x³ എന്നാണ് കിട്ടുക. ഇനി നമുക്കിത് എവിടെ വേണം? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആ പോയിന്റിലെ സ്ലോപ്പ് വേണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? x = 1ലെ സ്ലോപ്പാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ x = 1 കൊടുത്താൽ, അവർ ചെയ്തിരിക്കുന്ന മെത്തേഡിൽ പോകണമെന്നില്ല. x = 1 കൊടുത്താൽ നമുക്ക് സ്ലോപ്പ് ഒറ്റയടിക്ക് എന്ത് കിട്ടും? 2/3 എന്നുള്ള നമ്മുടെ സ്ലോപ്പ് കിട്ടും. പിന്നെ നമ്മൾ എന്ത് വേണം? പോയിൻറ്റ് സ്ലോപ്പ് ഫോമിന് എന്തൊക്കെയാണ് വേണ്ടത്? പോയിൻറ്റ് സ്ലോപ്പ് ഫോം എന്തായിരുന്നു? y - y0 ഡിവൈഡഡ് ബൈ x - x0 ഈക്വൽ ടു m. പോയിൻറ്റ് സ്ലോപ്പ് ഫോം ഓർമ്മ വേണം. നമ്മൾ ഇതിൽ തന്നെ ആദ്യം പഠിച്ചതാണ്. y - y0 ഡിവൈഡഡ് ബൈ x - x0 ഈക്വൽ ടു സ്ലോപ്പ് m അറ്റ് x0, y0. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ
വൈ നോട്ട് ആവശ്യമാണ്, അതായത് വൈ ഓഫ് വൺ. വൈ ഓഫ് വൺ ആവശ്യമാണ്. വൈ ഓഫ് വൺ എന്താണ്? ഒന്നുകിൽ യു ഓഫ് വൺ എന്താണെന്ന് കണ്ടുപിടിക്കുക. യു ഓഫ് വൺ ഈക്വൽ ടു ഇവിടെ അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2. ആ 2 വൈയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നപ്പോൾ വൈ ഓഫ് വൺ ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1, ദാറ്റ് ഈസ് 2/3 തന്നെ. അപ്പോൾ വൈ ഓഫ് വൺ കിട്ടി, അതായത് വൈ നോട്ട്. വൈ ഓഫ് വൺ ആണ് വൈ നോട്ട്, അത് കിട്ടും. ഇനി എക്സ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ എന്ത് കിട്ടും? y മൈനസ് 2, ഈ സ്റ്റെപ്പ് വായിക്കുന്നത് y മൈനസ് 2/3 ബൈ എക്സ് മൈനസ് 1 ഈക്വൽ ടു 2/3. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വരിക നോക്കൂ. y മൈനസ് 2/3 ഈക്വൽ ടു 2/3 എക്സ് മൈനസ് 2/3. രണ്ട് സൈഡിൽ ഒരു 2/3 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് കളയുക. വാട്ട് വി ഗെറ്റ്? y ഈക്വൽ ടു 2/3 എക്സ്. ഇതാണ് നമ്മൾ അവർ എഴുതിയിരിക്കുന്ന ഫൈനൽ ആൻസർ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് വില്ലിങ്നെസ് ആയിരിക്കണം. നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തറിയണം? പോയിൻറ്റ്സ് ലോ ഫോം അറിയണം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പോയിൻറ്റ്സ് ലോ ഫോം എന്താണ്? y മൈനസ് വൈ നോട്ട് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു എം, വേർ എം ഈസ് ദി സ്ലോപ്പ് അറ്റ് ദ ഗിവൺ പോയിൻറ്റ്. സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിൻ്റ് ആണെന്ന് ഓർമ്മയുണ്ടാവുക. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ചെയ്ത് കണ്ടുപിടിക്കുക. ഇവിടെ ഒരു എക്സ്ട്രാ ഒരു കാര്യം y ഓഫ് 1 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. y ഓഫ് 1 വേണമെങ്കിൽ ആദ്യം യു ഓഫ് 1 കണ്ടുപിടിച്ചിട്ട് വൈയിലേക്ക് യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് കൊമേഴ്സുമായി ബന്ധപ്പെട്ട രീതിക്ക് അവർ പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എക്സ് യൂണിറ്റ്സ് ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ തന്നിട്ടുണ്ട്, അതൊരു പോളിനോമിയലായിട്ടാണ് തന്നിരിക്കുന്നത്. 1/3 x² പ്ലസ് 4x പ്ലസ് $53. ആൻഡ് ദ പ്രൊഡക്ഷൻ ലെവൽ T hours into a particular production run is x of t equal to 0.2 t² plus 0.03 t units. At what rate is cost changing with respect to time after 4 hours? അപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഈ ലെവലിനനുസരിച്ച്, അപ്പോൾ സി വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡി സി ബൈ ഡി എക്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് അവിടെ മനസ്സിലാക്കണം. അതായത് കോസ്റ്റ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എക്സ് യൂണിറ്റ്സ്. അപ്പോൾ എക്സ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഈ എക്സ് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമ്പർ ഓഫ് യൂണിറ്റ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ സി ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി സി ബൈ ഡി എക്സും ഡി എക്സ് ബൈ ഡി ടിയും. അതായത് കോസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പോൾ സി വിത്ത് റെസ്പെക്ട് ടു ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പക്ഷേ സി ഡയറക്റ്റായിട്ട് ടിയുടെ ഫംഗ്ഷൻ അല്ല. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ പ്രശ്നം വരുന്നത്. ഈ ചെയിൻ റൂൾ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യം തന്നെ അതാണ്. എന്തിനാണ് ചെയിൻ റൂൾ ഉപയോഗിക്കുന്നത്? നമുക്കൊരു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കണം. പക്ഷേ വൈ എക്സ്പ്ലിസിറ്റ്ലി ഇൻ ദ ഫോം ഓഫ് ഫങ്ഷൻ ഓഫ് എക്സ് ആയിരിക്കില്ല. വൈ ഒരു ഫങ്ഷൻ ഓഫ് യു ആയിരിക്കും, യു ഒരു ഫങ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വൈയുടെ ഒരു ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിക്കുന്നത്. ആക്ച്വലി വൈ വി നീഡ് ചെയിൻ റൂൾ എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ അതാണ്. അതായത് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കണം. പക്ഷേ വൈ ആരുടെ ടേംസിലല്ല? എക്സിൻ്റെ ടേംസിലല്ല, യുവിൻ്റെ ടേംസിലാണ്. യു ആണ് എക്സിൻ്റെ ടേംസിൽ കിടക്കുന്നത്. ഇത് രണ്ട് രീതിക്ക് ചെയ്യാം. ഒന്നുകിൽ ചെയിൻ റൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ യുവിനൊക്കെ എക്സിൻ്റെ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങോട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓൾറെഡി എക്സ് ആസ് എ ഫങ്ഷൻ ഓഫ് ടി കിടക്കുന്നുണ്ടെങ്കിലും ഓരോ എക്സും എന്താണ്? ടിയിലുള്ളൊരു പോളിനോമിയലാണ്. അപ്പോൾ നമ്മളിവിടെ ഓരോ പോളിനോമിയലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ എക്സ്പാൻഡ് ചെയ്തൊക്കെ വരുമ്പോൾ ഇറ്റ് വിൽ ബി ലെങ്തി, ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യും. നമുക്ക് ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഈ അപ്ലൈഡ് കാൽക്കുലസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ എക്കണോമിക് ലെവലിലാണെങ്കിൽ നമ്മുടെ
ഇപ്പോൾ റിസർച്ച് ലെവലിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇതൊക്കെ ചെയ്തിരിക്കാനുള്ള നേരമുണ്ടോ? ഇല്ല. അപ്പോൾ അതിനൊക്കെ എളുപ്പത്തിനാണ് നമ്മൾ ചെയിൻ റൂൾ പഠിച്ചു പോണത്. അപ്പോൾ ചെയിൻ റൂളിൽ എന്താ പറയുന്നത്, ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സാധനത്തിൻ്റെ ഡെറിവേറ്റീവ്, ഇപ്പോൾ y വിത്ത് റെസ്പെക്ട് ടു യു ആണെങ്കിൽ കാൽക്കുലേറ്റിംഗ് ദ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു യു ഇൻറ്റു യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു എക്സ്, ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. വേണമെങ്കിൽ യുവിനെ നമ്മൾ വീണ്ടും എക്സിൻ്റെ ഫംഗ്ഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് സി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, ഡെറിവേറ്റീവ് ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ നിങ്ങളിവിടെ എഴുതേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് എന്ന് പറഞ്ഞ് എഴുതേണ്ടത് ആക്ച്വലി ഡി സി ബൈ ഡി ടി ആണ്. ഡി സി ബൈ ഡി ടി ആണ് നമുക്ക് വേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ഡി സി ബൈ ഡി ടി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡി സി ബൈ ഡി എക്സും ഡി എക്സ് ബൈ ഡി ടിയും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡി സി ബൈ ഡി എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, 2/3x പ്ലസ് 4. 53 ഡെറിവേറ്റീവ് 0 ആണ്. 2/3x പ്ലസ് 4 കിട്ടി. ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0.2 × 2t 0.4t പ്ലസ് 0.03 എന്നിട്ട് ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഡി സി ബൈ ഡി ടി ഈക്വൽ ടു ഡി സി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി സി ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി സി ബൈ ഡി ടി ഈക്വൽ ടു ഡി സി ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഇത് 2x പ്ലസ് 4 ഇൻറ്റു 0.4t പ്ലസ് 0.03. നമുക്ക് എപ്പോഴാണ് കാണുന്നത്, അറ്റ് ടി ഈക്വൽ ടു ആഫ്റ്റർ 4 hours. അപ്പോൾ ടി ഈക്വൽ ടു 4. ഇവിടെ നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. ഒന്നുകിൽ ഈ എക്സിന് പകരം നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 2/3 ഇൻറ്റു 0.02t സ്ക്വയർ പ്ലസ് 0.003t പ്ലസ് 4 പ്ലസ് ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇവർ ചെയ്തിരിക്കുന്ന പോലെ എക്സ് ഓഫ് 4 ഡയറക്റ്റ് എക്സ് ഓഫ് 4 കണ്ടുപിടിക്കുക. അപ്പോൾ 3.32 യൂണിറ്റ്സ് എന്ന് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 2/3 ഇൻറ്റു 3.32 2/3.32 പ്ലസ് 4 0.4 ഇൻറ്റു 4 പ്ലസ് 0.403. അതായത് രണ്ട് രീതിക്ക്, ഒന്നുകിൽ നിങ്ങൾ ഇവിടെ തന്നെ ഈ സ്റ്റെപ്പിൽ തന്നെ കംപ്ലീറ്റ് ഇൻ ടേംസ് ഓഫ് ടി ആക്കിയിട്ട് ഒറ്റയടിക്ക് ടി ഈക്വൽ ടു 4 കൊടുത്ത് കാൽക്കുലേറ്ററിൽ വാല്യൂ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇവർ ചെയ്തിരിക്കുന്ന പോലെ ആദ്യം എക്സ് ഓഫ് 4 കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നേരം ഡി സി ബൈ ഡി ടി അറ്റ് ടി ഈക്വൽ ടു 4 കണ്ടുപിടിക്കാൻ നേരം ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കി മിച്ചം കിടക്കുന്ന ടിക്ക് ഒരു ടിയേ ഉള്ളൂ, അതിന് 4 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ നോട്ട് ഷെയർ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, കൂട്ടത്തിൽ നിങ്ങളത് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഡി സി ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നു, ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കുന്നു, അവരുടെ പ്രൊഡക്റ്റായിട്ട് ഇത് കിട്ടി. ഇനി രണ്ട് മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഒന്നുകിൽ ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യണം, 2/3 എക്സിന് പകരം 2/3 ഇൻറ്റു 0.2t സ്ക്വയർ പ്ലസ് 0.03t ഇൻറ്റു 0.4t പ്ലസ് 0.03 എന്ന് കൊടുക്കുക. ത്രൂ ഔട്ട് ടി ഈക്വൽ ടു 4 കൊടുക്കുക. അതാവും കുറച്ചും കൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. ഡി സി ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ടിയിലേക്കുള്ളൊരു എക്സ്പ്രഷനാക്കി മാറ്റിയിട്ട് നിങ്ങൾ ഡയറക്റ്റ് ടി ഈക്വൽ ടു 4 കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. ഇത് നമുക്കൊരു എക്സ്ട്രാ ഒരു സ്റ്റെപ്പാണ് അവർ ചെയ്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം ആസ് യുവർ കൺവീനിയൻസ്. ഇനി ഇത് ഇത്ര നേരം നമ്മൾ പറഞ്ഞെങ്കിലും ഇതാണ് ശരിക്കും നമ്മൾ കുറച്ചും കൂടി മാത്തമാറ്റിക്കലി കാൽക്കുലസ് ഡീൽ ചെയ്യുമ്പോൾ. ഇപ്പോൾ എക്കണോമിക്സുകാർ ഇത് പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും നമ്മൾ +1ലും +2ലൊക്കെ സയൻസ് പഠിക്കുന്നവരാരാണെങ്കിലും ചെയിൻ റൂളിൻ്റെ കൂടെ ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ എന്നും പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. എന്താണ്, ഇങ്ങനൊരു ഔട്ടർ ഫങ്ഷനും ഒരു ഇന്നർ ഫങ്ഷനും ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു ഔട്ടർ ഫങ്ഷനും ഇതൊരു ഇന്നർ ഫങ്ഷനും ഉണ്ടെങ്കിൽ ചെയിൻ റൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ. ഇതാണ് ശരിക്കും എളുപ്പമുള്ളൊരു മെത്തേഡ്. എന്താണ്, dy/dx ഈക്വൽ ടു f' ഓഫ് g of x ഇൻറ്റു g' of x.
നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു പോയതാണ് അല്ലേ, ആദ്യം എഫിനെ വെച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ ജി അനക്കരുത്. നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണോ കണ്ടുപിടിക്കുക അതുപോലെയാണ് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് നേരെ കണ്ടുപിടിക്കുക. 2x എഴുതുന്ന പകരം 2x+1 എന്ന് എഴുതും. ഇൻറ്റു എക്സ് പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ്. അതായത് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെയിൻ റൂൾ വളരെ എളുപ്പമാണ്. അതായത് സപ്പോസ് f(g)(x) ഇങ്ങനെയാണ് കിടക്കുന്നത് എന്ന് വിചാരിക്കുക. അതായത് ഒരു 2x+1 ഹോൾ ക്യൂബ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് നിങ്ങൾ എങ്ങനെ കാണണം? ഒരു എക്സ് ക്യൂബ് കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ f' എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 × 2x+1ൻ്റെ സ്ക്വയർ. അതേസമയം g' എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 2x+1ൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2. അപ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ് എന്താ വരിക? f' × g' എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 3 × 2x+1 സ്ക്വയർ × 2. കണ്ടോ എത്ര എളുപ്പം കിട്ടി? ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ u = 2x+1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് നോട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ dy/dx = dy/du × du/dx ഫോമിൽ ചെയ്യുമ്പോഴും നമുക്ക് ഏകദേശം ഈ 6 × 2x+1 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന ഒരു ഫോമിലായിരിക്കും ആൻസർ എന്തായാലും കിട്ടുക. അപ്പോൾ ആ ഒരു മെത്തേഡ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞൊരു മെത്തേഡ് ബോക്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന ആ ഒരു രീതിക്ക് നമ്മളെ കൊണ്ടുവരികയാണ് അവർ. അപ്പോൾ ഇവിടെ നോക്കുക, ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ f(x) = (x² + 3x + 2). ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യോ ഇതെന്തോ ഒരു വലിയ സാധനമാണെന്ന്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മളിവിടെ x² + 3x + 2നെ ഒരു എക്സ് മാത്രമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു ബോക്സായിട്ട് അവരിട്ടു, ബോക്സ് മാത്രമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ ബോക്സിൻ്റെ സ്ക്വയർ റൂട്ട്, നമുക്കറിയാം സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ raised to 1/2 ആണ്. അപ്പോൾ നേരത്തെ ഫംഗ്ഷനിൽ പറഞ്ഞ പ്രകാരം എഫിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, എഫിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? √x ഡെറിവേറ്റീവ് എന്താ? 1/2 √x ആണല്ലോ. അപ്പോൾ f' ആണെങ്കിൽ വരിക 1/2 √x. ഇനി ബോക്സിൻ്റെ ഡെറിവേറ്റീവ്, ബോക്സ് എന്ന് വെച്ചാൽ ഈ സാധനമാണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x+3. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f'(x) എഫിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ 1/2 × 1/2 റൂട്ട് ഓഫ് ഈ സാധനം, 1/2 × 1/2 ഡിനോമിനേറ്ററിലാണ് 1/2 × റൂട്ട് ഓഫ് x² + 3x + 2. ഈ x² + 3x + 2ന് പകരമാണ് അവർ ഈ ബോക്സ് ഇട്ടേക്കണം കേട്ടോ. ബോക്സിനകത്താണ് ഈ എക്സ്പ്രഷൻ കിടക്കുന്നത്. ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? 2x+3. അപ്പോൾ എന്ത് കിട്ടി? 1/2 റൂട്ട് ഓഫ് x² + 3x + 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ്, ദാറ്റ് ഈസ് 2x+3. ഡെറിവേറ്റീവ് ഓഫ് ദിസ് 2x+3. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളത് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ ഇതിൻ്റെ കൂടെ ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ സപ്പോസ് f(x) = sin x-ൻ്റെ സ്ക്വയർ. അപ്പോൾ നിങ്ങളിവിടെ ഇതിനെ എങ്ങനെ കാണണം? ഒരു x² ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ നമ്മളിവിടെ f'(x) കണ്ടുപിടിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 2 × sin x. അതൊന്നും ചെയ്യരുത്, അത് നമ്മളുടെ ബോക്സായിട്ട് കണക്കാക്കുക. 2 × sin x ഇൻറ്റു ഇനി sin x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. ശരിയാണോ? ഇനി അതേപോലെ f(x) = റൂട്ട് ഓഫ് sin x ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് f' എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? √x-ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 √x അല്ല, ഇവിടെ എക്സിൻ്റെ പകരം ആരാ കിടക്കുന്നത്? 1/√sin x. തീർന്നോ? ഇല്ല. sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x, അതായത് cos x /
sin x. ഇത് sin x ആവണമെന്നില്ല, ഏത് പോളിനോമിയൽ ആയാലും റാഷണൽ ഫംഗ്ഷൻ ആയാലും എന്ത് തന്നെയാണെങ്കിലും ഈ തരത്തിലാണ് നമ്മൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യാം. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിലെ എക്സസൈസിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നല്ലോണം ചെയ്ത് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിലോ നേരിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടോ ചോദിക്കുക. താങ്ക് യു.